إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ആദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ആത്മഹർഷത്തിൻ്റെ ഈദുൽ ഫിത്ർ ആശംസകൾ നേരുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ അവസാനിച്ച ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള ആ വിശുദ്ധ റമളാൻ മാസത്തിൽ നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള ഈമാനികമായിട്ടുള്ള കരുത്ത്, ഈമാനികമായ ചൈതന്യം, അത് മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനോടുകൂടെ തഖ്വയോടുകൂടെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുള്ള ഈ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ തക്ബീർ ധ്വനികൾ മുഴക്കുകയാണ്. എന്താണ് ആ തക്ബീറുകൾ നൽകുന്ന സന്ദേശം? ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്നുള്ള മഹനീയമായ ഏകദൈവ വിശ്വാസമാണ്, ഏകദൈവ ആരാധനയാണ്. പ്രാർത്ഥനയുടെ, ആരാധനയുടെ, ഇബാദത്തിന്റെ മുഴുവൻ അംശങ്ങളും ജല്ല
ജലാലായ പടച്ച റബ്ബിന് മാത്രമേ സമർപ്പിക്കാവൂ എന്നുള്ള തൗഹീദ്, ആ ഏകദൈവ വിശ്വാസം. അതുകൊണ്ട് മാത്രമേ സഹോദരങ്ങളെ നാളെ റബ്ബിന്റെ കോടതിയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആ തൗഹീദ് കളഞ്ഞു കുളിച്ച വ്യക്തികൾക്ക് ഈ ഭൗതിക ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് വ്യാകുലതകളും അപജയങ്ങളും ഉണ്ടാകും എന്നുള്ളത് ഒരു വാസ്തവമാണ്. മഹത്തായ ഈദുൽ ഫിത്ർ ആഘോഷിക്കുമ്പോൾ ആ തൗഹീദിന്റെ ശബ്ദം നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് നമ്മൾ ആ തക്ബീർ ധ്വനികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് എന്താണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു ഏറ്റവും വലിയവനാണ്, ഏറ്റവും മഹാനാണ്. അതായത് ഞാനും നിങ്ങളുമൊക്കെ മനുഷ്യരാണ് സഹോദരങ്ങളെ. നമ്മൾ വലിയവരല്ല, നമ്മൾ ചെറിയവരാണ്, നമ്മൾ നിസ്സാരന്മാരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അഹങ്കാരത്തിന്റെ കണിക, കിബറിന്റെ കണിക നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അഹങ്കാരത്തിന്റെ അണുമണി തൂക്കം നമ്മുടെ മനസ്സിനകത്തുണ്ടായാൽ സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കുക, നമുക്ക് സൗന്ദര്യമുണ്ടാകുമ്പോൾ, അധികാരമുണ്ടാകുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ നമ്മൾ അഹങ്കാരത്തെ സംബന്ധിച്ച്, വിജ്ഞാനമുണ്ടാകുമ്പോൾ, അറിവുണ്ടാകുമ്പോഴൊക്കെ ആ അഹങ്കാരത്തിന്റെ ലോകത്തേക്ക് പലപ്പോഴും മനുഷ്യർ പ്രവേശിക്കാറുണ്ട്. വഖുലിക്കൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ ദുർബലനായി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നാണ്. മനുഷ്യൻ ഏത് സമയവും ആരോഗ്യമുള്ളവൻ അനാരോഗ്യമുള്ളവനായി തീരും. ജീവനുള്ളവൻ ജീവനില്ലാത്ത ജഡമായി മാറിയേക്കാം ഏത് നിമിഷവും. അതുകൊണ്ട് അഹങ്കാരം, കിബർ അത് നമുക്ക് പാടില്ല എന്നുള്ളതാണ് ഈ തക്ബീർ ധ്വനികൾ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. നിങ്ങൾ നോക്കൂ, നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്, ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ്. വർണ്ണത്തിന്റെ, വർഗത്തിന്റെ, ഭാഷയുടെ, ദേശത്തിന്റെ ഒന്നും തന്നെ വ്യത്യാസമില്ല അല്ലാഹുവിന്റെ മുമ്പിൽ എന്ന് നമ്മൾ ഓർക്കുക. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വകബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്, വ്യത്യസ്തമായ വർഗങ്ങളും ഗോത്രങ്ങളുമാക്കിയിട്ടുള്ളത്. ലിതആറഫു, പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ജാതിയുടെ, അതല്ലെങ്കിൽ തൊലിയുടെ, ചർമ്മത്തിന്റെ, സമ്പത്തിന്റെ, അധികാരത്തിന്റെ, കുലമഹിമയുടെ പേരിലല്ല അള്ളാഹുവിന്റെ അടുക്കൽ ആദരവ് കൽപ്പിക്കപ്പെടുക, സ്വീകാര്യത ഉണ്ടാകുക. മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, അള്ളാഹുവിന്റെ അടുക്കൽ ബഖ്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കറുകറുത്ത ഒരു നീഗ്രോ അടിമ റബ്ബിന് മാത്രം ഭയപ്പെട്ടുകൊണ്ട്, റബ്ബിന് മാത്രം അവന്റെ ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ മനുഷ്യന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമായിരിക്കും എന്ന് ഓർക്കുക. വെളുവെളുത്ത സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യൻ സങ്കല്പിക്കുക. ആ മനുഷ്യൻ ബഹുദൈവ വിശ്വാസത്തിൽ അകപ്പെട്ടു, അധർമ്മത്തിൽ അകപ്പെട്ടു, റബ്ബിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിച്ചു. അവൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ദയും അപമാനവുമായിരിക്കും എന്നോർക്കുക. സഹോദരങ്ങളെ, നമ്മളൊക്കെ ആദമിന്റെ മക്കളാണല്ലോ, ആദമിന്റെ സന്തതികളാണല്ലോ. ആദം മണ്ണിൽ നിന്നാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് ലോകത്തിന് നൽകിയിട്ടുള്ള സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, അറിയുവിൻ നിങ്ങളുടെ രക്ഷിതാവ് ഏകനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഏകനാണ്. അലാ ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ അഹ്മറ അലാ അസ്വദ് വലാ അസ്വദ് അലാ അഹ്മർ. അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല തഖ്വ കൊണ്ടല്ലാതെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മാനവികതയുടെ സന്ദേശം നൽകുകയുണ്ടായി എന്ന് നമ്മൾ ഓർക്കുക. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കറുത്ത നിറമുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കലാകാരനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്
ഉന്നത കുലജാത എന്ന് അവകാശപ്പെടുന്ന മനസ്സിനകത്ത് അന്ധകാരം നിറച്ചിട്ടുള്ള ഒരു വനിത വളരെ പുച്ഛത്തോടുകൂടെ ആക്ഷേപിച്ചത് എന്ന് നമ്മൾ മറന്നുകൂടാ. പരിശുദ്ധ ഇസ്ലാമിന് പറയുവാനുള്ളത് നിറത്തിന്റെ, ഭാഷയുടെ, വർണ്ണത്തിന്റെ പേരിൽ അങ്ങനെ വ്യത്യാസം കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാവരും ഒരു പിതാവിന്റെയും മാതാവിന്റെയും സന്തതികളാണ്, ഏകോദര സഹോദരങ്ങളാണ്. മനോഹരമായ ഒരു മാലയിലെ ആ മുത്തുമണികളെ പോലെയാണ് സകല മനുഷ്യരും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ മതജനവിഭാഗങ്ങളോടും നന്മയിൽ കഴിയണം എന്നുള്ളതാണ്. ഇവിടുത്തെ ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മറ്റുള്ള മതക്കാരാകട്ടെ, മതമില്ലാത്തവരാകട്ടെ, അവരോട് എങ്ങനെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്? അവരോട് നിലകൊള്ളേണ്ടത്, പ്രിയമുള്ളവരെ, മുസ്ലിം സമൂഹത്തിന്റെ കൂടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന, ദുഃഖത്തിൽ പങ്കുചേരുന്ന, മനുഷ്യത്വപരമായി സഹകരിക്കുന്ന ആളുകളോട് ആ രൂപത്തിൽ നമ്മൾ നിലകൊള്ളണം. അവരെ അകറ്റി നിർത്തിക്കൂടാ, അവരോട് മാനുഷിക ബന്ധം സ്ഥാപിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മുംതഹിനയുടെ 8-ാമത്തെ വചനം, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും ഫീ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ഇറക്കി വിടാതിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് നന്മ ചെയ്യാൻ, നീതി ചെയ്യാൻ അത് നിങ്ങളോട് വിരോധിക്കുന്നില്ല. അവരോട് നീതി കാണിക്കുന്നത്, അവരോട് നന്മ കാണിക്കുന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ, പ്രിയമുള്ളവരെ, അസ്മാ റളിയല്ലാഹു അൻഹാ അവരുടെ വീട്ടിലേക്ക് ബഹുദൈവ വിശ്വാസിനിയായിട്ടുള്ള അവരുടെ മാതാവ് കടന്നു വന്നു. കുടുംബ ബന്ധം ചേർക്കാനാണ് വന്നിട്ടുള്ളത്. ഒരു മാതാവ് മകളുടെ വീട്ടിലേക്ക് വരികയാണ്. ആ ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. പക്ഷേ അവർ ബഹുദൈവ വിശ്വാസിനിയാണ്. അസ്മാവോ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള സത്യവിശ്വാസിനിയായിട്ടുള്ള ഒരു സഹോദരിയാണ്. അവർക്ക് സംശയം വന്നു, ബഹുദൈവ വിശ്വാസിനിയായിട്ടുള്ള മാതാവിനോട് കുടുംബ ബന്ധം ചേർത്താൻ പറ്റുമോ എന്നുള്ളത്. ഹദീസിന്റെ സഹീഹുൽ ബുഖാരിയിൽ 2620 നമ്പർ വചനത്തിൽ കാണാം, ഫസ്തഫ്തൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽതു വഹിയ റാഗിബ അഫഅസ്ലു ഉമ്മി. എൻ്റെ മാതാപിതാ എന്നോട് ബന്ധം ചേർക്കാൻ വന്നിട്ടുണ്ട്. അവർ ബഹുദൈവ വിശ്വാസിനിയാണ്, ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ബഹുദൈവ ആരാധകയാണ്. അവരോട് ബന്ധം ചേർക്കാൻ പറ്റുമോ? അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം സുലി ഉമ്മക്കി, നീ നിന്റെ മാതാവിനോട് ബന്ധം ചേർത്തുക എന്ന്. അതാണ് ഇസ്ലാമിൻ്റെ മാനവികമായിട്ടുള്ള മൂല്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏത് മതക്കാരനാകട്ടെ നമ്മോട് നല്ല രൂപത്തിൽ വർത്തിക്കുന്നുവോ, വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. 5-ാം അധ്യായം 2-ാം സൂക്തത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, നന്മയുടെ പുണ്യത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക, പാപത്തിന്റെയും അക്രമത്തിന്റെയും ശത്രുതയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ആ റസൂലുള്ള ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ അടുക്കൽ പണയം വെച്ചിരിക്കുകയായിരുന്നുവെന്ന് സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തുന്നു. എന്താണ് ആ സംഭവം പഠിപ്പിക്കുന്നത്? മദീനയിലെ സമ്പന്നരായ വിശ്വാസികളായ ആളുകളുണ്ട്. എന്നിട്ട് അവരുടെ അടുക്കൽ നിന്ന് കടം വാങ്ങാതെ, പണയം വെക്കാതെ ജൂതന്റെ അടുക്കൽ തന്റെ പടയങ്കി പണയം വെച്ചു എന്നുള്ള സംഭവം പഠിപ്പിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന വ്യത്യസ്ത മതജന വിഭാഗങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്ത് മറ്റുള്ള അന്യമതസ്ഥരായ ആളുകളോട് നല്ല രൂപത്തിൽ മനുഷ്യത്വപരമായി നമ്മൾ ബന്ധം നിലനിർത്തണം എന്നുള്ളതാണ്. അവരെ അകറ്റിക്കൂടാ. എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനാശത്തിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളെ അവരോട് ആത്മബന്ധം നമ്മൾ ചേർത്താനും പാടില്ല എന്ന്
ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയ ഫാഷിസ്റ്റ് ശക്തികളാണ്. അവർ ഈ രാജ്യത്തിന്റെ മതേതരത്വം തച്ചു തകർക്കുകയാണ്. ഇവിടെ ന്യായവും നീതിയുമില്ലാതെ പാവപ്പെട്ട മുസ്ലിം സമുദായം അടക്കമുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അടിച്ചമർത്തുകയാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുകയാണ്. ഡൽഹിയിലും യുപിയിലും ഒക്കെ ബുൾഡൗസർ ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചാൽ, ന്യായത്തിന് വേണ്ടി ശബ്ദമുയർത്തിയാൽ ബുൾഡൗസർ കൊണ്ടുവന്ന് വീടുകൾ തകർക്കുന്നു, കെട്ടിടങ്ങൾ തകർക്കുന്നു, ആളുകളെ ജയിലിലിടുന്നു. യാതൊരു ന്യായമില്ലാതെ അങ്ങനെ പീഡിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇപ്പോൾ ഇതാ CAA കൊണ്ടുവന്നിരിക്കുന്നു, അതിന്റെ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. എന്താണത്? ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ മാത്രം വളരെ ക്രൂരമായിട്ട് വേട്ടയാടുന്ന ഒരു പ്രക്രിയയാണ്. എന്തിനാണത്? ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തെ ഒന്നിപ്പിച്ചവരുടെ വോട്ട് വാങ്ങി അധികാരത്തിന്റെ കസേരയിൽ എങ്ങും അനന്തമായി ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയാണ് അവർക്കുള്ളത്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ലോകത്തെ ജനങ്ങളോട് വൈരമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, ഹിംസയില്ല. നമ്മൾ സ്നേഹത്തിന്റെ ആളുകളാണ്, കാരുണ്യത്തിന്റെ ആളുകളാണ്, സൗഹാർദ്ദത്തിന്റെ ആളുകളാണ്, സഹവർത്തിത്വത്തിന്റെ ആളുകളാണ്, മാനവിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ജനവിഭാഗങ്ങളാണ്. കാരണം പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളാണ് നമ്മൾ. ഈ രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ബാബരി മസ്ജിദിന്റെ വിധി എത്രമാത്രം അനീതി നിറഞ്ഞതായിരുന്നു. ഇപ്പോൾ ഗ്യാൻവാബി എന്ന് പറയുന്ന പള്ളി, നൂറ്റാണ്ടുകൾ 4-5 നൂറ്റാണ്ടുകൾ മുസ്ലിം സമുദായം ആരാധിച്ചു വന്നിരുന്ന പള്ളിയിൽ ബിംബങ്ങൾ കൊണ്ടുപോയി വെച്ച് അവിടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിവിടുത്തെ കോടതികൾ പോലും പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. എന്താണ് ഇത് പഠിപ്പിക്കുന്നത്? ഈ രാജ്യത്തിന്റെ ഐക്യം തകർക്കുകയാണ്, ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പ് തകർക്കുകയാണ്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ മൗലാന അബുൽ കലാം ആസാദിനെ പോലെ ഇമാമുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന തർജുമാനുൽ ഖുർആൻ എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള മഹാരഥനായിട്ടുള്ള ധീരദേശാഭിമാനിയായിട്ടുള്ള മഹാനവറുകളുടെ പേര് പോലും ഇവിടുത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് +2 NCERTയുടെ 11ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് കഴിഞ്ഞ വർഷം നീക്കം ചെയ്യുകയുണ്ടായി. ആരാണ് മൗലാന അബുൽ കലാം ആസാദ്? ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ആ മഹാൻ ചെയ്തിട്ടുള്ള സേവനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ഉന്നത കലാലയം എന്നറിയപ്പെടുന്ന IIT എന്ന് പറയുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അതിന്റെ പിതാവ്, അതിന്റെ ഫൗണ്ടർ അതാണ് മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ പേരിൽ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. ഈ രാജ്യം, കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഫെലോഷിപ്പ്, ആ ഫെലോഷിപ്പ് അത് മുസ്ലിങ്ങൾക്ക് മാത്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ബുദ്ധമതക്കാർക്ക്, ക്രിസ്ത്യാനികൾക്ക്, ജൈനന്മാർക്ക്, പാഴ്സികൾക്ക്, സിഖുകാർക്ക് അവർക്കൊക്കെ ഉണ്ട്. നമ്മൾ ആലോചിക്കണം, മുസ്ലിം സമുദായത്തെ ക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള മഹാരഥന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളുകളാണ്. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ രാജ്യം മതി മുസ്ലിങ്ങൾക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഇവിടെ തന്നെ നിലനിർത്തുവാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, അധ്വാനിച്ചിട്ടുള്ള മഹാനാണ് അദ്ദേഹം. നമുക്കറിയാം, ഏക സിവിൽ കോഡ് കൊണ്ടുവരികയാണ്. ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന് ഒരു പണം വിടർത്തി നിൽക്കുന്ന മൂർഖനെ പോലെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയും അധികാരവർഗവും മുസ്ലിം സമുദായത്തിന് നേരെ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, രാജ്യത്തൊരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ രാജ്യത്ത് മതേതരത്വത്തെ സംരക്ഷിക്കുന്ന, മതന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കുന്ന, രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന സംരക്ഷിക്കുന്ന ആ ഒരു ജനാധിപത്യ മൂല്യമുള്ള പാർട്ടികൾ അധികാരത്തിൽ കൊണ്ടുവരാൻ മറ്റെല്ലാം മറന്നുകൊണ്ട് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും സ്നേഹമാണെന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. വർഗീയത എന്നുള്ളത് ആപത്താണ്. അതേത് വർഗീയതയാവട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സഹീഹ് മുസ്ലിമിലെ 1850-ാമത്തെ വചനത്തിൽ കാണാം, മൻ ഖുതില തഹ്ത റായത്തിൻ ഉമിയ്യത്തിൻ യദഉ അസബിയ്യ ഔ
യുൻസറു അസബിയ ഫഖിതാലുഹു ജാഹിലിയ. അതായത് ഫഖിതലത്തുൻ ജാഹിലിയ, അതായത് വർഗീയതയുടെ പേരിൽ ആരെങ്കിലും ആ വർഗീയതക്ക് ക്ഷണിക്കുകയും വർഗീയതയുടെ പേരിൽ സഹായിക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്താൽ ജാഹിലിയ കാലഘട്ടത്തിലുള്ള മരണമാണ് അവനുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള വർഗീയത വേണ്ട. ഇനിയോ അക്രമ രാഷ്ട്രീയം നമുക്ക് വേണ്ട. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബോംബ് പൊട്ടി ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു, ഒരു മനുഷ്യന്റെ കയ്യറ്റുപോയി. അങ്ങനെയുള്ള രാഷ്ട്രീയമൊന്നും നമുക്ക് വേണ്ട പ്രിയമുള്ളവരെ. സമാധാനമാണ്, ശാന്തിയാണ് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയുവാനുള്ളത്. നിങ്ങൾ നോക്കൂ, ഗൾഫ് രാജ്യങ്ങളില്, അവിടെ സൗദി അറേബ്യ ആകട്ടെ, ഇറാൻ ആകട്ടെ, ഇറാഖ് ആകട്ടെ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കുറെയൊക്കെ ഐക്യത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങ് ഫലസ്തീനിൽ ഒരുപാട് പാവപ്പെട്ട മക്കൾ അവർ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ദാഹജലത്തിന് കഷ്ടപ്പെടുകയാണ്, അവർക്ക് നേരെ ബോംബ് വർഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടി ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. നിങ്ങൾക്കറിയുമോ, നമ്മുടെ ഈ ആദർശ പ്രസ്ഥാനം ആ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി ഒരു സഹായ ഹസ്തം നൽകുകയുണ്ടായി. ഡൽഹിയിൽ ഫലസ്തീൻ അംബാസഡർ നേരിട്ട് കണ്ടിട്ട് ആ സഹായം കൈമാറുകയുണ്ടായി. അങ്ങ് കുവൈത്തിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന് നോമ്പ് തുറക്കാനുള്ള സഹായങ്ങൾ നൽകുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ആ ഫലസ്തീനിലെ മക്കൾക്ക്, ആ ഫലസ്തീനിലെ ജനതക്ക് നീ സമാധാനവും ശാന്തിയും നൽകണമേ. അല്ലാഹുവേ, അവർക്ക് ഈ ശത്രുക്കളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ശക്തിയോട് നിലകൊള്ളാൻ, ഈമാനിക ബലത്തോടുകൂടെ നിലകൊള്ളുവാൻ നീ കരുത്ത് നൽകണമേ. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചാണ്. സഹോദരിമാർക്ക് ഈദിന്റെ ദിവസം അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായ ഉത്ബോധനം നൽകുമായിരുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവരോട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്ത്രീകളെ പ്രത്യേകമായി ഉത്ബോധിപ്പിച്ചു, അവർക്ക് വഅദ് നൽകി എന്നുള്ളതാണ് ബുഖാരിയുടെ 978 നമ്പർ വചനം. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക, നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും കുടുംബത്തോടുമുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കുക. ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറയുന്നത് ബഖദിയുള്ള തഖ്വയുള്ള, അല്ലാഹു സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള എല്ലാ സംഗതികളും ഭർത്താവിന്റെ അഭാവത്തിലൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ ബഖദിയോടുകൂടെ ജീവിക്കുന്നവളാണ് ഏറ്റവും നല്ല സ്ത്രീ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, കുടുംബത്തിന്റെ നായകൻ പുരുഷനാണ് എങ്കിലും അവൻ ആ ഇടക്ക് സ്നേഹം നൽകേണ്ടതുണ്ട്, അവളെ ആദരിക്കേണ്ടതുണ്ട്, അവളെ വിശ്വസിക്കേണ്ടതുണ്ട്. ആ കുടുംബത്തിന്റെ നായകന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഖദീജ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് കിട്ടിയ സന്ദർഭത്തിൽ എത്രമാത്രം സ്നേഹമാണ് ചൊരിഞ്ഞത്. സഹോദരങ്ങളെ, അല്ലാഹു താങ്കൾ അപമാനിക്കുകയില്ല. അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവനാണ്, അങ്ങ് അനാഥ മക്കളെ പോറ്റുന്നവനാണ്, അങ്ങ് സമൂഹത്തിലെ അശരണരെയും നിരാലംബരെയും സംരക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു അങ്ങയെ കൈവിടയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു. നമ്മുടെ സഹോദരിമാർക്ക്, പുരുഷന്മാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ ആശ്വാസം നൽകാൻ നമ്മുടെ സഹോദരിമാർക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരിമാരെ, നിങ്ങളുടെ വേഷം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ബനിയനും ടീഷർട്ടും ഒക്കെ ധരിച്ചുകൊണ്ട് പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രൈണതയുള്ള പെൺകുട്ടികൾ വളരെ മോശപ്പെട്ട വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ അത് തിരുത്തണം. അത് അല്ലാഹു വെറുക്കുന്ന വേഷമാണ്, അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റം കിട്ടുന്ന വേഷമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമിലാത്തുൻ മായിലാത്തുൻ. അതായത് വസ്ത്രം ധരിച്ച നഗ്നകളായിട്ടുള്ള
ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് നടക്കുന്ന സ്ത്രീകളുണ്ട്. അവര് നരകത്തിന്റെ അവകാശികളാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, 5 നേരം നമസ്കരിക്കുക, സക്കാത്ത് നൽകുക, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ധാരാളമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, നരകത്തിൽ നിന്ന് നിങ്ങളെ തടികളെ സൂക്ഷിച്ചു കൊള്ളുക, അതുപോലെ ഭർത്താക്കന്മാരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക, കുട്ടികളെ നന്നായി വളർത്തുക എന്ന് മാത്രമല്ല, ഇസ്ലാമിക വേഷവിധാനം നിങ്ങൾ ധരിക്കുക. നിങ്ങൾക്ക് മാതൃക അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നിമാരാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പെൺമക്കളാണ്. അവരൊക്കെ കാണിച്ചു തന്നിട്ടുള്ള പാഠങ്ങളുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മഹത്തായ ആഘോഷത്തിന്റെ വേളയിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുക, കുടുംബ ബന്ധങ്ങൾ അത് വിളക്കി ചേർക്കുക എന്നുള്ളതാണ്. കുടുംബ ബന്ധം എന്ന് പറയുന്നത് അർറഹിമു ഷിജ്നത്തുൻ ഫമൻ വസലഹ വസലതുഹു. കുടുംബ ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആരത് ചേർക്കുന്നുവോ അവനോട് അള്ളാഹു ബന്ധം ചേർക്കും. വമൻ ഖതഅഹാ ഫഖതഅതുഹു, അതായത് ആര് അത് വിച്ഛേദിക്കുന്നുവോ അവനോട് അള്ളാഹു ബന്ധം വിച്ഛേദിക്കുമെന്നാണ്. മാതാപിതാക്കൾക്ക് സ്നേഹം ചൊരിയുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ യൂസീകും ബിഉമ്മഹാതികും, നിങ്ങളുടെ മാതാക്കളുടെ വിഷയത്തിൽ ഞാനിതാ നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുന്നു. 3 തവണ ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ യൂസീകും ബിആബായികും, നിങ്ങളുടെ പിതാക്കന്മാരുടെ വിഷയത്തിൽ ഞാനിതാ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. പിന്നീട് ഇന്നല്ലാഹ യൂസീകും ബിൽ അഖ്റബി ഫൽ അഖ്റബ്, തുടർന്ന് അടുത്ത ബന്ധുക്കൾ അഥവാ ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കൾ, അവരോടൊക്കെ തന്നെയും ബന്ധം പുലർത്തുക. സഹോദരങ്ങളെ, മഹത്തായ ഈദുൽ ഫിത്തറിന്റെ ഈ ആഹ്ലാദത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, രോഗശയ്യയിൽ കിടക്കുന്ന, മാറാ രോഗം ബാധിച്ചു കിടക്കുന്ന, വൃക്ക സംബന്ധമായിട്ടുള്ള ക്യാൻസർ പോലെയുള്ള മഹാമാരികൾ ബാധിച്ചു കിടക്കുന്ന ആ പാവപ്പെട്ട ഹതഭാഗ്യന്മാരായിട്ടുള്ള, പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളുകളെ ഓർക്കേണ്ടതുണ്ട്. അവർക്ക് സാന്ത്വനം നൽകേണ്ടതുണ്ട്, അവർക്ക് സലാം ചൊല്ലേണ്ടതുണ്ട്, അവരെ ഒന്ന് തലോടി അവർക്ക് ആശ്വാസത്തിന്റെ ഒരു കൈ അവരുടെ നേരെ നീട്ടാൻ നിങ്ങൾക്ക് കഴിയണം, നമുക്ക് കഴിയേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം, റമളാൻ അത് അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷേ റമളാനിൽ നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ അത് ഒരിക്കലും തന്നെ അവസാനിപ്പിച്ചുകൂടാ. മാസം മാത്രമേ മാറിയിട്ടുള്ളൂ. റമളാനിൽ ചെയ്തിട്ടുള്ള ഇബാദത്തുകൾ, പള്ളിയോടുള്ള ബന്ധം, അള്ളാഹുവിന്റെ കിതാബിനോടുള്ള ബന്ധം, അതുപോലെ ദാനധർമ്മങ്ങൾ, മറ്റുള്ള നന്മകൾ, അതൊന്നും അവസാനിപ്പിച്ചുകൂടാ. അത് ഇനി വരുന്ന മാസക്കാലങ്ങൾ, 11 മാസക്കാലങ്ങളിൽ നമ്മൾ ആചരിക്കണം, അനുഷ്ഠിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, എന്നാൽ മാത്രമേ നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ആ സന്തോഷം നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ വിശുദ്ധ ഈദുൽ ഫിത്ർ ആഘോഷിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അല്പം വിനോദമൊക്കെ അനുവദിച്ചിട്ടുണ്ട്. മദീന പള്ളിയിൽ ആയുധ അഭ്യാസ പ്രകടനം സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ വിനോദമൊക്കെ അല്പമാകാം, പക്ഷേ അതിന്റെ സീമകൾ ലംഘിച്ചുകൂടാ, അള്ളാഹുവിനെ മറന്നുകൂടാ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ബഹുമാന്യനായിട്ടുള്ള തൗഹീദി രംഗത്ത് ശക്തമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഗുരുവര്യനായിട്ടുള്ള CP ഉമർ സുല്ലമി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പെരുന്നാൾ നമസ്കാര വേളയിൽ മഴ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള ആ കാര്യം നമുക്കറിയാം. കഠിനമായ ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധനായ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നാഥാ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ചു തരണമേ. അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ മുരീഅൻ نافعا غير ضار عاجلا غير آجل اللهم لا تقتلنا بغضبك ولا تهلكنا بعذابك وعافنا قبل ذلك وارزقنا من خيراتك كثيرا يا رب العالمين اللهم
تقبل صيامنا وقيامنا وسائر أعمالنا يا رب العالمين ويا أرحم الراحمين واجعلنا من عتقائك من النار واجعلنا من المقبولين الفائزين اللهم إنك عفو تحب العفو فاعف عنا اللهم انصر إخواننا في فلسطين اللهم عليك اليهود المجرمين اللهم عليك اليهود الظالمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.